സീത, നീ ഇങ്ങനെ കിടന്ന് കരയാതെ. என்னங்க எனக்கு என் பொண்ணை பார்க்கணும். போங்க, போய் கூட்டிட்டு வாங்க. സീത, നീ ഒന്ന് സമാധാനപ്പെട്. நான் எப்படி நிம்மதியா இருக்க முடியும் சொல்லுங்க. സീത, അവൾ എന്റെ മോളും കൂടിയാ. പക്ഷെ ഞാൻ ഇത്രയും കാശ് ആരോട് ചോദിക്കാനാ? அப்பா, அப்ப ചേച്ചി? ഇല്ല കുഞ്ചു, ചേച്ചിക്ക് ഒന്നും വരത്തില്ല. என்னங்க நாம சிவகிட்ட சொல்லலாமா? വേണ്ട സീത, അവന്റെ കാശ് മേടിച്ചിട്ട് എനിക്ക് എന്റെ മോളെ കൂട്ടിക്കൊണ്ട് വരണ്ട. വേണ്ടമ്മ, അയാളുടെ കാശ് മേടിക്കണ്ട. കുഞ്ചു, നീ கொஞ்சம் வாய மூடுங்க. என்னங்க, இவ்வளவு கேஷ் உங்களால அரேஞ்ச் பண்ண முடியுமா? இல்லல, அவகிட்ட கேட்கலாமே. സീത, അവനെ പറ്റി നിനക്ക് ഒന്നും അറിയത്തില്ല. எனக்கு அவனை பத்தி எதுவும் தெரிய வேணாம். എനിക്ക് என் பொண்ணு என் கூட இருந்தா போதும். நான் அவனுக்கு போன் பண்ணத்தான் போறேன். ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല അമ്മ. ഉൻകിட்ட യാരും എതുവും കേൾക്കില്ല കുഞ്ചു. എന്റെ ചേച്ചിയുടെ ലൈഫ് വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയാളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് എന്റെ ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അപ്പ. അയാൾ വൃത്തികെട്ടവനാ. ഇല്ല കുഞ്ചു, അതിനൊരിക്കലും അപ്പ സമ്മതിക്കത്തില്ല. ഒരു സമയം വരെ ഇവന്മാരത് എവിടെ പോയി കിടക്കും? മാറ്റനെ വിളിച്ചിട്ടാണ് കോളും പോകുന്നില്ല. കൊച്ചെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? എനിക്ക് ഇതും വേണം അണ്ണ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാ നീ പിന്നെ പട്ടിണി ഇരിക്കാൻ പോണോ? ആൽബി സാർ, ഇവിടെ കിച്ചണിലൊന്നും കാണത്തുമില്ല. സാർ ഇവിടെ കുക്ക് ചെയ്യാറില്ലല്ലോ. അതും ശരിയാ. സാറില്ല, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഇങ്ങനെ സിഗരറ്റ് വലിക്കാനോ എന്നെയും കൂട്ടിക്കൊണ്ട് ഈ മലമോളി വന്ന് നിൽക്കുന്നേ? പണ്ടാരോ എന്തൊരു കൊതുക ഇവിടെ. മുള്ളാനും മുട്ടുന്നുണ്ട്. മുള്ളിയിട്ട് വരാം. സ്വർഗം കണ്ട്. മറ്റേ വണ്ടി എടുക്ക്, നമുക്ക് പോവാം. ഇത് തീരുന്നില്ലല്ലോ എന്റെ കർത്താവ്. അങ്ങനെ മുള്ളിക്കഴിഞ്ഞു. ബോസ്, നമുക്ക് പോയാലോ? ഇയാളിത് എവിടെ പോയി? അയ്യോ, വണ്ടിയില്ല. കാലമാടൻ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോയി. ഹലോ മാത്യു, നീ എവിടെയാടാ? ആൽവി, ഞാനിവിടെ പെട്ട് കിടക്കുവാടാ. അയാൾ എന്നെ ഇട്ടിട്ട് പോയി. നീ ഒന്നു പാടാ. അല്ല, നീ ഇപ്പൊ എവിടെയാ? ഏതോ ഒരു മലമുകളിലാടാ. അത്ര മാത്രമേ എനിക്കപ്പോ അറിയൂ. മലമുകളോ? നീ ലൊക്കേഷൻ അയക്ക്, ഞാൻ വരാം. ആൽബി സാർ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ? ഡേവിഡ് മാത്യുവിനെ അവിടെ നിർത്തിട്ട് കാറും എടുത്തോണ്ട് പോയെന്ന്. ഇനിയിപ്പോ മാത്യുവിനെ പിക്ക് ചെയ്യാൻ പോണം. ഞാൻ കാറും കൊണ്ട് പോയാ ക്രിസ്റ്റീന, നീ ഇങ്ങനെ വീട്ടിൽ പോന്നെ? കൺമണി ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനും പറ്റത്തില്ല. അത് പറവായില്ല, അക്കാവെ വീട്ടിലാക്കിട്. ഞാൻ ഇങ്ങ ഇരുന്നിക്കറേ. ഇല്ല കൺമണി, കുഴപ്പമില്ല, ഞാൻ ഇരിക്കാം അവിടെ. പറവായില്ല അക്ക, ഇവളോ ടൈം അടിച്ചല്ലേ. നീങ്ക പോങ്ക. കൊച്ചി, നീ ഓക്കെ ആണല്ലോ? ആ അണ്ണാ, എനിക്ക് എന്താ പ്രശ്നമില്ല. നീങ്ക പോങ്ക. എന്നാ ശരി കൺമണി, നമുക്ക് രാവിലെ കാണാം. ശരി അക്ക, നാളെ പാക്കല. കൊച്ചെ, ഡോറ് ക്ലോസ് ചെയ്തു. അവൻ വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ശരി അണ്ണാ, ഞാൻ പാത്തുക്കറേ. ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ
അകമേ വാനവില്ലിനേഴു വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ முருகா என்ன பண்ணி வச்சிருக்க மன்னிச்சிடுங்க தெரியாம பண்ணிட்டேன் இனி அப்படி ஒன்றும் பண்ண மாட்டேன் ഇത് നിനക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ച സൈസ് കറക്റ്റാവുമെന്ന് അറിയത്തില്ല നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു കാര്യം കൂടെ നിന്റെ പേരെന്താ കൺമണി നിനക്ക് ഫ്രഷ് ആണെങ്കിൽ നീ എന്റെ റൂം ഫ്രഷ് ആയിക്കോ ഇവിടെ വേറെ റൂമൊന്നും ക്ലീൻ അല്ല വീക്കിലി ഒരു ചേച്ചി വരും ചേച്ചി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ വേറെ ആരും ഇല്ല ഇവിടെ நான் பண்ணிக்கிறேன் എന്നാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം முருகா போன பறவைகள் எல்லாம் திரும்பி வந்துடு കൺമണി നീ പോയി ഫ്രഷ് ആയിക്കോ ഞാൻ അപ്പത്തെല്ലാം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം சரிங்க ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് റൂമാണ് ഇവിടെ പോയിട്ട് കുറെ നേരമായല്ലോ പോയി നോക്കിയാലോ കൺമണി സോറി ഞാൻ നിന്നെ കാണാത്തോണ്ട് ഞാൻ തരയുണ്ടോ നീ തരട്ടോ முருகா கதுக்கு நான் லாக் பண்ணல അവള് എന്ത് വിചാരിച്ച കാണുമോ சாரி பிளவுஸ் கரெக்டா இருக்கு அவர் எப்படி கரெக்டா எடுத்தீங்க പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லையே புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றே